സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിന്നൊരു കസ്റ്റം ബിൽഡ് ഫോർമേഷൻ ഒന്ന് ബിൽഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഞാനിതൊരു 4-3-3 എന്ന ഒരു ഫോർമേഷനിൽ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. ബട്ട് ഫോർമേഷൻ വന്നപ്പോൾ ഏകദേശം ഒരു 4-2-1-3 ഫോർമേഷനായി. ബട്ട് ഫോർമേഷനിലല്ല കാര്യം, നമ്മൾ ബിൽഡ് ചെയ്ത ഫോർമേഷൻ എത്രത്തോളം എഫക്റ്റീവാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫോർമേഷൻ ഒന്ന് ചേഞ്ച് ആയാലും, മീൻസ് ഫോർമേഷൻ നമ്പർ ഒന്ന് ചേഞ്ച് ആയാലും ഫോർമേഷൻ എഫക്റ്റീവ് ആണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് പറ്റുന്നത്. എന്തായാലും നേരെ നമുക്ക് വീട് പോകും. വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കും. നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും ഈ ഫുട്ബോൾ സംബന്ധമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഫ്രണ്ട്ലി കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി എന്തായാലും ഫസ്റ്റ് കമ്മിൽ പിൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. എന്നാലും കൂടുതലായിട്ട് ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം വരുന്നത്. 4-2-1-3 ഫോർമേഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉദ്ദേശിച്ച ഒരു 4-3-3 ഫോർമേഷനാണ്. ബട്ട് ബിൽഡ് ചെയ്ത് വന്നപ്പോൾ 4-2-1-3 ഫോർമേഷനായി. സോറി ഗൈസ്, കാലൊക്കെ ഞാൻ ഈ മൈക്ക് നൈസായിട്ടൊന്ന് ഇവിടെ വെക്കുന്നുണ്ട്, വോയിസ് കട്ടാവണ്ടാണ് കരുതിയിട്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഫോർമേഷൻ 4-2-1-3 ഫോർമേഷനാണ്. ഓക്കെ, പിന്നെ കുറേ പേര് ചോദിക്കും എന്തുകൊണ്ടാണ് ബിൽഡ് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിട്ട് കാണിക്കുന്നതെന്ന്. ഒന്നുമില്ല, അത്രയും നിങ്ങൾ ടൈം വേസ്റ്റ് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. മീൻസ് എൻ്റെ ടീമിലെ പ്ലെയേഴ്സ് അല്ല നിങ്ങളുടെ ടീമിലുള്ളത്. ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ ടീമിലുള്ള പ്ലെയേഴ്സ് അല്ല നിങ്ങളെ ടീമിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാണിച്ചിട്ട് വലിയ ഉപകാരമില്ലാന്ന് തോന്നി. പിന്നെ വീഡിയോ അത്രയും ലെങ്ത് ആവണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷന്. 4-2-1-3 ഫോർമേഷനാണ്. എന്നും പറഞ്ഞ മാതിരി തന്നെ ബാക്ക് ഇത് പക്കയാണ്. പക്ക മീൻസ് റൈറ്റ് വിങ് ഫോർവേഡും ലെഫ്റ്റ് വിങ് ഫോർവേഡും അല്ലാത്ത എല്ലാ പൊസിഷനിലെ പ്ലേയേഴ്സും ഇതിലുണ്ട്. അഥവാ എല്ലാ പൊസിഷനും ഇതിലുണ്ട്. പറഞ്ഞു തരാണെങ്കിൽ 2 CB, റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, DMF, CMF, AMF, സെക്കൻഡ് സ്ട്രൈക്കർ, 2 CF. ചിന്തിച്ചാൽ എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് സെൻറ്റർ പക്ക ഒരു കോംബോ കിട്ടുന്നുണ്ട്. DMF, CMF, AMF ഈ 3 ഇതും പാടെ കൂടുമ്പോൾ അത്യാവശ്യം നല്ല. ഞാൻ നിങ്ങൾക്ക് ഏത് പ്ലേ സ്റ്റൈലിലെ പ്ലേയേഴ്സാണ് ഇടുന്നതെന്ന് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് പറഞ്ഞുതരാം. മീൻസ് ബോക്സ് ടു ബോക്സ് ആണോ, ആങ്കർമാൻ ആണോ, മീൻസ് അത് ജസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് മീൻസ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കിത് പറയാം. ബാക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അല്ല, കുഴപ്പമില്ലാതെ നോക്കിയിട്ടൊരു ടീം ബിൽഡാക്കി അത് വെച്ചൊരു 2-3 ഗെയിം പ്ലേ കളിച്ചിട്ട് ഓക്കെ എന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ബാക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ 2 CB വരുമ്പോൾ ഒരു കോംബോ കിട്ടും. പിന്നെ സെക്കൻഡ് സ്ട്രൈക്കർ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോ പ്ലേസിൻ്റെ ഓരോ പ്ലേ സ്റ്റൈൽ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമുക്ക് 2 CF ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരു CF നിങ്ങളൊരു ബോക്സിൻ്റെ ബോക്സ് ഇടണം. ഇബ്രാഹിമോവിച്ച് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. എൻ്റെ ടീമിൽ ഇപ്പം അല്ല, മീൻസ് എൻ്റെ ടീമിൽ ഈ പ്ലേസിനെ നോക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് റാൻഡായിട്ട് ഇട്ടതന്നെ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ പറയുന്നത് അഥവാ ബോക്സിൻ്റെ ബോക്സും ഗോൾ പോസ്റ്റൊക്കെ നിങ്ങളുടെ ടീമിൽ പക്കായ പ്ലേസിന് നിങ്ങൾ ജസ്റ്റ് ഇട്ടാൽ മതി. ഓക്കെ, 2 CF ഉണ്ടായിട്ട് ഒരു CF നിങ്ങൾ ബോക്സിൻ്റെ ബോക്സ് ഇടുക. അതേമാതിരി മറ്റേ CF ഗോൾ പോസ്റ്റർ ഇടുക. അത് നിർബന്ധമാണല്ലോ. പിന്നെ സെക്കൻഡ് സ്ട്രൈക്കർ നെയ്മർ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. സ്കിൽസ് ഉണ്ട്, ഡ്രിബ്ലിംഗ് ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്, കേൾ ഉണ്ട്, പക്കയാണ്. അപ്പോൾ നെയ്മർക്ക് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. പിന്നെ നിങ്ങൾ CMF ബോക്സ് ബോക്സ് ഇടുക. പിന്നെ DMF ആൻജർമാൻ ഇടുക. അതുപോലെ തന്നെ DMF എന്താ ഓക്സെറ്റർ അവനിടുക. പിന്നെ CB നിങ്ങൾ ജസ്റ്റ് 1 CB അഥവാ 2 CB ഉണ്ട്. അതിൽ 1 CB നിങ്ങൾ ബിൽഡപ്പ് ആയിട്ട് പക്കാട. ഇൻ കേസ് നമ്മൾ അറ്റാക്കിലേക്ക് പോകുമ്പോൾ ബാക്ക് പെട്ടെന്ന് ഓടി വരാൻ ഈ പ്ലെയർ മസ്റ്റായിട്ട് വേണം. ഇല്ലെങ്കിൽ ബാക്ക് പൊട്ടും ഷുവറായിട്ട് ഗോൾ ചാടും. ബോയ്സ് അപ്പോൾ കൂടുതലായിട്ട് വെച്ച് നിട്ടുന്നില്ല. വീണ്ടും പറയുകയാണ്, ഒരു CF ബോക്സിൻ്റെ ബോക്സ്, മറ്റേ CF ഗോൾ പോച്ചർ, സെക്കൻഡ് സ്ട്രൈക്കർ ക്രിയേറ്റീവ് പ്ലേ മേക്കർ, CMF ബോക്സ് ബോക്സ്, പിന്നെ DMF ആങ്കർമാനൊക്കെ കുഴപ്പമില്ല. പിന്നെ CB ബിൽഡപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജസ്റ്റ് ഫോർമേഷൻ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഫോർമേഷൻ റിവ്യൂ ചെയ്യുന്നത് അറിയില്ല. ഞാൻ കുഴപ്പമില്ലാത്തൊരു ഫോർമേഷൻ ബിൽഡ് ചെയ്ത് അത് വെച്ച് കളിച്ചു, അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് റിവ്യൂ പറയാമെന്ന് അറിയില്ല. മീൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ കൂടെ മീൻസ് ഞാൻ വെറുതെ ഇരിക്കണം, ഒരു പണിയില്ല, നൈറ്റ് കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്ലിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് DM അയക്കാം. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഇതേ പേര് തന്നെ ഡെൻസോപ്പ് തന്നെയാണ്. പറ്റുകയാണെങ്കിൽ ഫസ്റ്റ് കമ്പനിയിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഗൈസ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതാണ് കണ്ണൊക്കെ ഉറങ്ങാത്തൊരു ഫീൽ ഉണ്ട്. അപ്പോൾ ഇത്ര വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സറക്കറൈബൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഈ ഫോർമേഷൻ്റെ ഗെയിം പ്ലേ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഡു സബ്സ്ക്രൈബ്. പിന്നെ ഈ അക്കൗണ്ടിലല്ല ഈ ഫുട്ബോൾ സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് വരിക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും ലേറ്റ് ആക്കാണ്, ഒന്നുമല്ല പറയണം തോന്നി. അപ്പോൾ ബൈ സൈനിങ് ഔട്ട് സോ